Hi everyone, welcome back to Hacker YouTube channel. I am Rizwan Ramzan Ahmed. ഇത് ഞങ്ങളുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന സമയത്തൊക്കെയായിട്ട് നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം, നമ്മൾ അവിടെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യണം, നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ എന്താണോ കാര്യം, ബിസിനസ് ആയിക്കോട്ടെ, ബ്രാൻഡ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. റൈറ്റ്. സോ നമ്മൾ കണ്ടന്റ് അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എന്തൊക്കെ തരം കണ്ടന്റ് ആക്ച്വലി ഉണ്ട്, നിലവിലുണ്ട്, എന്തൊക്കെ തരം കണ്ടന്റ് ആണ് യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് പറ്റുക, എന്തൊക്കെ തരം കണ്ടന്റ് ആണ് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. റൈറ്റ്. സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാലും തീരാത്തത്ര ടൈപ്പ് ഓഫ് കണ്ടന്റ് യൂട്യൂബിൽ ആക്ച്വലി നമുക്ക് പോസ്റ്റ് ചെയ്യാനും ഫൈൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. പല ആൾക്കാരും പല രീതിയിലുള്ള കോണ്ടന്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ടൈപ്പ് ഓഫ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ സ്റ്റിൽ ദീസ് ആർ ദ ടോപ്പ് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ദാറ്റ് യു ക്യാൻ സീ ഓൺ യൂട്യൂബ്. അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ഞങ്ങൾക്ക് എഴുതിയിട്ട് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, കേസ് സ്റ്റഡീസ്. സോ എന്താണ് കേസ് സ്റ്റഡീസ്? കേസ് സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങളൊരു ഏജൻസി ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, കേസ് സ്റ്റഡീസ്. സോ ലെറ്റ്സ് സേ നിങ്ങളൊരു ഏജൻസി ആണ്, അല്ലാതെ നിങ്ങളൊരു ബിസിനസ്സിന് നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അതാണ് നിങ്ങളുടെ ബിസിനസ് കാരണം മറ്റാൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്, സംതിങ് യു ഹാവ് ഡൺ ഫോർ ദം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്, എന്ത് റിസൾട്ട്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. ഓർ യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. വി വെന്റ് ഫ്രം എ ടു ബി, എക്സ് ടു സി, സംതിങ് 0 to 1 നമ്മൾ എങ്ങനെയാണ് പോയത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ആയിട്ട് ഒരുപാട് കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. റൈറ്റ്. സോ അനദർ വെരി ഈസി വേ ടു ക്രിയേറ്റ് കോണ്ടന്റ് ഇസ് ട്രെൻഡ് മാർക്കറ്റിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് കത്തി നിൽക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണോ റെലവെന്റ് ആയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണോ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? സംസാരിക്കും. റൈറ്റ്. സോ ലെറ്റ്സ് നിങ്ങളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ചുറ്റിപ്പറ്റിയിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഇതല്ല നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കിനെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കണ്ടന്റിനെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ ട്രെൻഡ്സ് അഥവാ റീൽസിന്റെ ട്രെൻഡ്സ് അഥവാ ഷോർട്സിന്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കണ്ടന്റിലേക്ക് എന്ത് ചെയ്യാം? ഇൻകോർപ്പറേറ്റ് ചെയ്യാം. റൈറ്റ്. സോ ഈ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ കുറെ കൂടെ ആൾക്കാർ കാണാനും മറ്റൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക ചെയ്യും. ഓക്കെ. സോ വേറൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾ എസ്പെഷ്യലി ആസ് എ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്റ്റ് കമ്പാരിസൺസ് ആണ്. അതായത് നിങ്ങളുടെ തന്നെ ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടാവാം, അതെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റും കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യാം, എന്നിട്ട് പറയാം ഓക്കെ ദിസ് ഇസ് ബെറ്റർ അറ്റ് ദിസ് ഇസ് ഡൂയിങ് ഗുഡ് അറ്റ് ദിസ്. ഈ ഒരു മേഖലയിൽ ഇന്നതാണ് കാര്യമായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അനദർ ടൈപ്പ് ഓഫ് കണ്ടന്റ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഓൺ യൂട്യൂബ് ഇസ് ലിസ്റ്റിക്കൽസ്. അതായത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പറഞ്ഞത്, ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന, നിങ്ങൾക്ക് കാണിച്ചു തരുന്ന യൂട്യൂബ് വീഡിയോ. ഉദാഹരണത്തിന് 5 മസ്റ്റ് റീഡ് ബുക്സ് ആസ് എൻ ഓൺട്രപ്രണർ, അല്ലാന്നുണ്ടെങ്കിൽ 5 ബെസ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് യു ക്യാൻ ബൈ ദിസ് സമ്മർ. അങ്ങനെയുള്ള എന്ത് ചെയ്യാം? ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. റൈറ്റ്. ആൻഡ് വേറൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഒബ്വിയസ്ലി നിങ്ങൾ ആസ് എ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ വ്ളോഗർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. വ്ളോഗ്സ് അഥവാ വീഡിയോ ലോഗ്സ് എന്ന് പറയും, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡേ ടു ഡേ ബേസിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ ഫാക്ടറി ടൂർസ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഓഫീസ് ടൂർ ആവാം, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ഷൂട്ട് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂയിലോ അതല്ല ഈവൻ ഒരു ക്യാമറമാനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്ളോഗ് ചെയ്യാം. റൈറ്റ്. സോ അനദർ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇസ് എഡ്യൂക്കേഷൻ. എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് പഠിപ്പിച്ച് കൊടുക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇറ്റ്സ് ബേസിക്കലി എൻ എഡ്യൂക്കേഷണൽ കോണ്ടന്റ്. റൈറ്റ്. നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാണ് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. റൈറ്റ്. സോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അനദർ ടൈപ്പ് ഓഫ് കണ്ടന്റ് ദാറ്റ് യു കൻ സീ ഈസ് ടോപ്പിക്കൽ. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കണ്ടന്റ് മാത്രം. ലൈക്ക് ലെറ്റ്സ് സേ നിങ്ങൾ ഐഫോൺ എന്നുള്ള ഒരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഐഫോൺ ചുറ്റിപ്പറ്റിയിട്ടുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. റൈറ്റ്. സോ ദാറ്റ് ഇസ് ടോപ്പിക്കൽ കണ്ടന്റ്. വേറെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇസ് ന്യൂസ്. ഒരുപാട് ന്യൂസ് ചാനൽസ് സ്ഥിരമായിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന, പബ്ലിഷ് ചെയ്യുന്ന, ഈവൻ ലൈവായിട്ട് കണ്ടന്റ് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. റൈറ്റ്. അനദർ വൺ ഇസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഫാക്ട്സും ഷെയർ ചെയ്യുന്ന തരത്തിലേക്കുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റ് ഓഫ് വീഡിയോ കൂടിയാണ് അത്. ആൻഡ് വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അഥവാ ഇന്റർവ്യൂസ്, പോഡ്കാസ്റ്റ് ഒക്കെ പോലുള്ള ഫോർമാറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതല്ലാതെ പ്രോബ്ലം സോൾവിംഗ്
സോൾവിങ്, അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ തരുന്ന രീതിയിലേക്കായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി സീക്രറ്റ്സ് ഷെയറിംഗ് തരത്തിലേക്കുള്ള കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? സോ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കണ്ടന്റ് നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റും? യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും, റൈറ്റ്? ഇതല്ലാത്ത ഏതെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് വാച്ച്ഡ് നൗ, പ്ലീസ് മേക്ക് ഷുർ യു ഹാവ് സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ ദ ബെൽ നോട്ടിഫിക്കേഷൻ. ആൻഡ് ഇത് ഞങ്ങളുടെ ഒരു സീരീസിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഈ സീരീസിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻറ്റയർലി യൂട്യൂബ് മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട്, ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ഈ സീരീസ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. സോ പ്ലീസ് മേക്ക് ഷുർ യു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് someone who would definitely need this. So until we see you next time, just stay tuned. Zero preachers and happy growing.